മൂന്നാർ ഗ്രാൻഡ് സ്ലാൻഡിന് സമീപം 6 ആനകളടങ്ങുന്ന ഒരു കൂട്ടമാണ് എത്തിയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് RRT സംഘം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ജനവാസ മേഖലയിലേക്ക് ആനകളെ ഇറങ്ങാതെ അതിനെ തുരത്തുകയാണ് അവരുടെ ലക്ഷ്യം. കുഞ്ഞും അമ്മയും ഉൾപ്പെടെ 6 ആനകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ചോലമരങ്ങൾക്കിടയിൽ മറഞ്ഞിരിപ്പുണ്ട്. സമീപത്ത് വീടുകളുണ്ട്. കൂട്ടത്തെ ഓടിച്ച് ഇവിടെ നിന്ന് അകറ്റാനാണ് RRT സംഘം ശ്രമിക്കുന്നത്. ചോലമരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന കാട്ടാനകളെ പലപ്പോഴും കാണാൻ കഴിയില്ല. പടക്കം പൊട്ടിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് അത് ഓടുമെന്നറിയില്ല. ഇതാണ് ഈ ദൗത്യത്തിന്റെ അപകടവും വെല്ലുവിളിയും. കന്നിമലയിലേക്കാണ് ഇനി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷിന്റെ വീടിന് സമീപം ഇപ്പോഴും കാട്ടാനകളുണ്ട്. ஆனத்தெல்லாம் ரொம்ப இருக்கு. எங்களால நைட்ல எல்லாம் தூங்க முடியல. எந்த நேரம் பயந்துட்டு தான் இருக்கோம். அதனால நீங்க அந்த யானையை பிடிக்க சீக்கிரம் ஒரு ஒத்துழைப்பு கொடுத்து யானை பிடிக்கிற உண்டான வழியை பாருங்க. ഇത് പോസ്റ്ററൊക്കെ വന്നുണ്ട്. വന്ന് പിന്നെ പോയേക്കാം. പിന്നെ എന്ത് ചെയ്യാനാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് ഇവിടെ ഭയങ്കര ശല്യ. മൂന്നാർ മുതൽ നേര്യമംഗലം വരെ വിശാലമായ മൂന്നാർ ഡിവിഷനിൽ 13 പേർ അടങ്ങുന്ന RRT സംഘമാണ് വന്യജീവി ശല്യം നേരിടാനുള്ളത്. ഇവർക്ക് സഞ്ചരിക്കാനുള്ളത് ഒരു വാഹനം മാത്രം. ജനത്തിന്റെ ഭയം അകറ്റാൻ തീർച്ചയായും ഇത് മതിയാകില്ല. RRT ടീമിൻ്റെ ഓൾറെഡി നമ്മൾ ഇവിടെ നമുക്കൊരു പെർമനന്റ് RRT എന്ന് പറഞ്ഞ് ഒരു RRT ഉണ്ട്. അല്ലാതെ രണ്ടാമത് ദേവികുളം ഇതിൽ അല്ലാതെ ഒരു RRTയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ RRT പ്രവർത്തിക്കുന്നതിനായിട്ട് പുനർവിന്യസിക്കുന്ന എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ 15 കിലോമീറ്റർ അകലെയുള്ള തലയാറിൽ പടയപ്പ് ഇറങ്ങി. ഈ പകൽ ദിനത്തിൽ മാത്രം 3 ഇടത്താണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് കാട്ടാനകൾ എത്തിയത്. രാത്രികാലങ്ങളിൽ കാട്ടാനയ്ക്ക് പുറമെ കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ കൂടി എത്തുന്നു. ആളുകൾക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനും കിടന്നുറങ്ങാനുമുള്ള സാഹചര്യമാണ് മൂന്നാറിൽ ആദ്യം ഒരുക്കേണ്ടത്. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.